ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫിർ ആയി ഹസീന ദിൽരുബ എന്ന മൂവിയാണ്. ഈ മൂവിയുടെ ആദ്യത്തെ പാട്ടായ ഹസീന ദിൽരുബ എന്ന മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകൾ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയെ റാണി കൊടും മഴയത്ത് അർദ്ധരാത്രിയിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറുന്നതാണ്. അവൾ പോലീസുകാരോട് പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, എന്റെ ഹസ്ബൻഡ് എന്നെ കൊല്ലുമെന്ന്. അവിടെ നിന്നും കഥ 2 മാസം പിറകോട്ടാണ് കാണിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ പോലീസുകാരെ വിഡ്ഢികളാക്കി രക്ഷപ്പെട്ട റാണിയാകട്ടെ ജോലാപൂരിൽ നിന്നും ആഗ്രയിലേക്ക് താമസം മാറുന്നു. അവൾ തന്റെ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ആഗ്രയിൽ ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുകയായിരുന്നു. അവിടെ തന്നെ അവൾ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അവളുടെ വീട്ടുടമസ്ഥയെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ക്ലിനിക്കിൽ നിന്ന് ഒരു കോമ്പൗണ്ടർ വരുമായിരുന്നു. അയാളുടെ പേര് അഭിമന്യു എന്നാണ്. അയാൾക്ക് റാണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ബ്യൂട്ടി പാർലറിലേക്ക് പോയ റാണിയാകട്ടെ തന്റെ കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വെച്ച് മറന്നു പോകുന്നു. ഇത് കണ്ട് അഭിമന്യു അതും എടുത്തുകൊണ്ട് അവളുടെ പിറകെ പോകുന്നുണ്ട്. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി അത് അവൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവൾ എല്ലാത്തിനും നന്ദി പറയുന്നു. എന്നാൽ അവൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. അവളോടൊന്ന് നല്ലപോലെ സംസാരിക്കാൻ വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് റാണി അവനെ കാണുന്നത്. നല്ല പോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾ കൊടയും എടുത്ത് അവന്റെ അടുത്തേക്ക് വരുന്നു. അവളെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച നമുക്കൊരു സിനിമ കാണാൻ പോയാലോ എന്ന്. അവളുടെ ശ്രദ്ധയാകട്ടെ കുറച്ചപ്പുറത്ത് കൊടയും ചൂടി പോകുന്ന ഒരാളിലേക്കായിരുന്നു. അത് അവളുടെ ഹസ്ബൻഡ് ഋഷു ആയിരുന്നു. അവൾ ഋഷുവിനെ തന്നെ നോക്കിക്കൊണ്ട് അഭിമന്യു പറഞ്ഞ ചോദ്യത്തിന് അറിയാതെ ഹാ എന്ന് ഉത്തരം പറഞ്ഞു പോകുന്നു. എന്നാൽ വെള്ളിയാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട് അഭിമന്യു പോവുകയും ചെയ്യുന്നുണ്ട്. നീലിനെ കൊന്ന ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട ഋഷു റാണിയാകട്ടെ ആഗ്രയിൽ തന്നെയാണ് കുറച്ചു നാളായിട്ട് താമസം. അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് സമ്പാദിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും തായ്ലൻഡിലേക്ക് പോകണം. ഇന്ത്യ വിട്ടെങ്കിൽ മാത്രമേ പോലീസുകാരെ അവരെ തേടാതിരിക്കൂ. അതുകൊണ്ട് കഷ്ടപ്പെട്ട് കാശ് സമ്പാദിച്ച് ട്രാവൽ ഏജൻസിയിൽ പോയി അതിന്റെ പേപ്പറുകൾ ശരിയാക്കുകയായിരുന്നു ഋഷു കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താണ് കാശ് സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ഒരു കാലില്ലാത്ത പൂനം എന്ന പെൺകുട്ടിയുടെ വീട്ടിലാണ് അവൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ പെൺകുട്ടിക്ക് ഋഷുവിനോട് ഇഷ്ടമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഋഷുവിനെ സ്വന്തമാക്കാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ഋഷു പലപ്പോഴും അവളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. കാരണം ഋഷുവിന് റാണിയല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല. പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഋഷുവും റാണിയും ആരും കാണാതെയാണ് പലപ്പോഴും പരസ്പരം കണ്ടിരുന്നത്. അവരടുത്തടുത്തിരുന്ന് സംസാരിക്കാറില്ലായിരുന്നു. കാരണം എല്ലാവരുടെയും കണ്ണിൽ ഋഷു മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആരുടെയും മുൻപിൽ ഋഷുവിന് ഇനി പോകാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് തായ്ലൻഡിൽ പോകാൻ റെഡിയായിരിക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ വെള്ളിയാഴ്ച എത്തി. അന്ന് വൈകുന്നേരമാണ് റാണിയുടെ ഒപ്പം അഭിമന്യു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. അവൻ റെഡിയായി തിയേറ്ററിൽ പോയി ആ ഒരു ഷോയുടെ എല്ലാ ടിക്കറ്റും അവൾക്ക് വേണ്ടി വാങ്ങിയിട്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. റാണി ആ കാര്യങ്ങളെല്ലാം മറന്നുപോയിരുന്നു. ആ സമയത്ത് ഋഷു റാണിയെ കാണാൻ വേണ്ടിയിട്ട് ഒളിച്ച് അവളുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കിസ് ചെയ്യുകയും കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ ഋഷു പോവുകയും ചെയ്യുന്നുണ്ട്. കുറെ നാളുകൾക്ക് ശേഷമാണ് അവർക്ക് അടുത്ത് ഇത്രയും നന്നായിട്ട് കാണാൻ പറ്റുന്നത്. റാണിക്ക് വേണ്ടി ഒരുപാട് നേരം അഭിമന്യു വെയിറ്റ് ചെയ്ത് നിന്നു. അവളെ കാണാഞ്ഞപ്പോൾ പുറത്ത് തക്കാളിക്ക് വില കുറച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറെ തക്കാളിയും വാങ്ങി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവളുടെ വീട്ടുടമസ്ഥയുടെ കയ്യിൽ ആ തക്കാളി കൊടുക്കുന്നു. അവനെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് റാണി അവന്റെ കൂടെ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞത് ഓർക്കുന്നത്. അവൾ അവനോട് വന്ന് ഒരുപാട് സോറി പറയുന്നുണ്ട്. താൻ മറന്നുപോയെന്നും ക്ഷമിക്കണമെന്നും പറയുന്നു. അത് സാരമില്ല, നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സിനിമയ്ക്ക് പോകാമെന്ന് അവൻ പറയുന്നു. റാണിക്ക് അപ്പോഴും അവനോട് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാത്രിയും ഋഷുവും റാണിയും ഒരു മാർക്കറ്റിൽ വെച്ച് കാണുന്നുണ്ട്. അവർ കുറച്ച് അകലെ നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അഭിമന്യു തന്നോട് അടുക്കാൻ ശ്രമിക്കുന്നതിനെ പറ്റിയെല്ലാം തന്നെ റാണി അവനോട് പറയുന്നുണ്ട്. അവൻ അഭിമന്യുവിനെ അധികം ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്ത് റാണിയുടെ പേഴ്സ് ഒരാൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു. ഋഷു അയാളുടെ പിറകെ ഓടുന്നുണ്ട്. ഇവർ രണ്ടുപേരും നേരെ പോയി പെടുന്നത് ഒരു പോലീസ് ജീപ്പിന്റെ മുൻപിലായിരുന്നു. പോലീസുകാരെ കണ്ടതും ആ കള്ളൻ തിരിഞ്ഞോടുന്നു, കൂടെ ഋഷുവും. അവരുടെ പിറകെ ഓടിവന്ന റാണിയും പോലീസുകാരെ കണ്ടതും വീട്ടിലേക്ക് പോകുന്നു. ആ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് കിഷോർ ആയിരുന്നു. നേരത്തെ ഋഷുവിന്റെ മരണത്തെ പറ്റി അന്വേഷിച്ച അതേ കിഷോർ തന്നെ. കിഷോർ ആ കള്ളനെ പിടിക്കുകയും ആ കള്ളന്റെ കയ്യിൽ നിന്ന് റാണിയുടെ പേഴ്സുമായിട്ട് റാണിയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയെന്ന്. താൻ ദിനേശ് പണ്ഡിറ്റിന്റെ ആ ബുക്ക് വായിച്ചെന്നും അതിൽ നിന്നും തനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കിഷോർ പറയുന്നുണ്ട്. നിങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ എന്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇനിയും വീണ്ടും കാണേണ്ടി വരുമെന്ന് അവളോട് പറയുന്നു. പോലീസുകാർ വീണ്ടും തങ്ങളുടെ പിറകെ ഉണ്ടെന്ന് ഋഷുവിന് റാണിക്ക് മനസ്സിലായി. അത് കാരണം പിന്നീട് അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ഫോൺ ട്രേസ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഋഷു തന്റെ സിം കാർഡ് ഒടിച്ചു കളയുകയും ചെയ്യുന്നു. പിന്നീട് അവർക്ക് പരസ്പരം വിളിക്കാൻ കഴിയാത്ത കാരണം ഋഷു ആകട്ടെ ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറത്ത് ദിനേശ് പണ്ഡിറ്റിന്റെ ഒരു കവിത എഴുതി റാണി
റാണിയുടെ ബ്യൂട്ടി പാർലറിന്റെ മുൻപിൽ പോയി നിർത്താൻ പറയുന്നുണ്ട്. അവൾക്കത് കണ്ടപ്പോൾ മനസ്സിലായി ഋഷു തന്നോട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. അവൻ കൊടുത്ത ഹിന്റിൽ നിന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ട് അടുത്തുള്ള ഒരു കോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാനാണെന്ന്. അങ്ങനെ അവൾ അന്ന് രാത്രി ആ കോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവിടേക്ക് ഋഷു വിളിക്കുന്നു. പോലീസുകാർ തങ്ങളുടെ പിറകെ ഉണ്ടെന്ന് തന്നെ അവൾ പറയുന്നു. എന്നാൽ ഒന്നുകൊണ്ടും പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കണമെന്നാണ് അവൻ പറയുന്നത്. അവരുടെ കയ്യിൽ ഒരു തെളിവുകളുമില്ല, പക്ഷെ നിന്റെ പേടി നമ്മളെ രണ്ടുപേരെയും കൊടുക്കും, അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നേരിടണം. റാണി പേടിച്ച പോലെ തന്നെ പിറ്റേന്ന് അവളെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവളുടെ ഫോൺ റെക്കോർഡ് അവരെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നേതിക് വർമ്മ എന്ന് പറയുന്ന ആളുടെ നമ്പറിൽ നിന്നും ഒരുപാട് കോള് വന്നിട്ടുണ്ട്. അതാരാണെന്ന് ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഋഷു ഒരു ഫേക്ക് ഐഡി വെച്ചിട്ടാണ് അവളെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നേതിക് വർമ്മ എന്ന പേരിലുള്ള ആ നമ്പർ എന്നെ വിളിച്ചിട്ട് രാഹുൽ എന്നാണ് പേര് പറഞ്ഞത്. ഞാനും അയാളുമായിട്ട് കുറെ സംസാരിക്കുമായിരുന്നു. ഒടുവിലാണ് എനിക്ക് മനസ്സിലായത് അയാൾക്ക് ഒരു വൈഫ് ഉണ്ടെന്ന്. അയാളുടെ വൈഫ് ഞങ്ങളുടെ സംസാരം കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ അതും ഇല്ലാതെയായി. ഋഷുവിന്റെ മരണശേഷം നിങ്ങളിപ്പോഴും കല്യാണം കഴിക്കാതെ നിൽക്കുന്നത് എന്തിനാണെന്ന് കിഷോർ ചോദിക്കുന്നു. എനിക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ തോന്നാത്തത് കൊണ്ടാണെന്ന് അവൾ പറയുന്നു. വീട്ടുകാരെയെല്ലാം വിട്ടിട്ട് ഒരു പരിചയമില്ലാത്ത ഈ സിറ്റിയിൽ വന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശവും അവളോട് ചോദിക്കുന്നു. അതിനവൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. ഒറ്റയ്ക്ക് ഇവിടെ എനിക്ക് നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്നാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അവളെ അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് മറ്റൊരു പോലീസുകാരൻ വരുന്നു. അയാളുടെ പേര് മോണ്ടി എന്നായിരുന്നു. ഇനി മുതൽ അയാളാണ് ആ കേസ് അന്വേഷിക്കുന്നത്. അയാൾ ശരിക്കും നീലിന്റെ സ്വന്തം അങ്കിളായിരുന്നു. പറഞ്ഞു വരുമ്പോൾ ഋഷുവിന്റെയും റിലേറ്റീവ് ആണ്. ഇത് കേട്ടതും റാണി ഒന്ന് പേടിക്കുന്നു. ഋഷു മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഋഷുവിനെ കണ്ടെത്താനായിരുന്നു അയാളുടെ പ്ലാൻ. റാണി എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പിറകെ പോലീസുകാരെ അയാൾ വിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ റാണി എന്നും വീട്ടിൽ നിന്നും ബ്യൂട്ടി പാർലറിലേക്ക് പോകും, അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകും. ഇതല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്കും അവൾ പോകാറില്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. റാണി ഇവിടെ ഉണ്ടെങ്കിൽ ഋഷുവും ഇതേ സിറ്റിയിൽ തന്നെ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവന്റെ ഫോട്ടോ വെച്ചിട്ട് തെരുവിലെല്ലാം അവർ അന്വേഷിച്ചിറങ്ങുന്നു. പോലീസുകാരെ തന്നെ അന്വേഷിച്ചിറങ്ങി നടക്കുന്നത് ഋഷുവും മനസ്സിലാക്കുന്നുണ്ട്. നീലിന്റെ അങ്കിളും മോണ്ടിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് മനസ്സിലായതോടുകൂടി അവനൊന്ന് പേടിക്കുന്നു. അങ്ങനെ അവർ അന്വേഷിച്ച് അവസാനം ഋഷു താമസിക്കുന്ന ആ കാലില്ലാത്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവരെത്തുന്നുണ്ട്. ഋഷുവിന്റെ ഫോട്ടോ കാണിച്ച് ഇവനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവനോടുള്ള സ്നേഹം കാരണം അവൾ അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസ് അവനെ അന്വേഷിച്ചു വരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ പേര് പൂനം എന്നായിരുന്നു. അവൾ നേരെ ഋഷുവിന്റെ റൂമിൽ പോയിട്ട് അവനോട് പറയുന്നുണ്ട്, പോലീസ് നിന്നെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ നിന്നെ ഇത്ര സ്നേഹത്തോടെ സഹായിക്കുമ്പോൾ നീയും എന്നെ അതുപോലെ കാണണമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അതിനിടെ പോലീസുകാരാകട്ടെ ആ ട്രാവൽ ഏജൻസിയിലെ ആളെ പിടിക്കുന്നു. അയാളുടെ എല്ലാ രേഖകളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്കും പോകുന്നു. ഇതോടുകൂടി ഋഷുവിനും റാണിക്കും പുറത്തേക്ക് പോകാനുള്ള എല്ലാ പ്ലാനും പൊളിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവൻ റാണിയോട് വന്ന് പറയുന്നുണ്ട്. താൻ പോലീസിൽ സറണ്ടർ ആകാമെന്ന് ഋഷു പറയുന്നു. നീലിനെ കൊന്നത് ഞാനാണെന്നും പറയാം. എന്നാൽ റാണി അതിന് തയ്യാറല്ലായിരുന്നു. അവസാനമായി ഒരു വഴി കൂടി ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്. അതുകൊണ്ട് ഞാൻ ഒരാളെ വിവാഹം കഴിച്ചേ പറ്റൂ. അവൾ അതിനുവേണ്ടി കണ്ടെത്തുന്നത് അഭിമന്യുവിനെയായിരുന്നു. എന്നാൽ ഋഷുവിന് അതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ റാണി നിർബന്ധിച്ചപ്പോൾ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ച വീണ്ടും ഫിലിം കാണാൻ വേണ്ടിയിട്ട് അഭിമന്യു വിളിച്ച അതേ സമയത്ത് അവൾ ചെല്ലുന്നുണ്ട്. അഭിമന്യുവിന് അവളോട് പ്രണയമാണെന്ന് അവൾക്കറിയാം. എന്നാൽ അവൾ പ്രണയിക്കാനൊന്നും നിൽക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. അഭിമന്യു ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവനും അത് സന്തോഷമായിരുന്നു. അവൻ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരുടെയും വിവാഹം കഴിയുകയാണ്. റാണി വിവാഹം കഴിക്കുന്നത് അറിഞ്ഞിട്ട് പോലീസുകാർ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഋഷു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ അവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് ഋഷു അവിടെ വന്നിട്ട് പോകുന്നുണ്ട്. വിവാഹം കഴിഞ്ഞെങ്കിലും അഭിമന്യുവുമായിട്ടൊരു ശാരീരിക ബന്ധം പുലർത്താൻ റാണി തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് പല കാരണങ്ങളും പറഞ്ഞ് അവൾ അതിൽ നിന്നും ഒഴിവായിക്കൊണ്ടേയിരുന്നു. ഇവിടെ പൂനമാകട്ടെ ഋഷുവിന്റെ പിറകെയായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നടക്കുകയാണ്. അഭിമന്യുവിന് റാണിയുടെ പാസ്റ്റ് ഒക്കെ അറിയാം. അവളുടെ ഹസ്ബൻഡ് ഋഷു മരിച്ചു പോയതാണെന്നും അറിയാം. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ മദ്യപിച്ചിട്ട് അറിയാതെ ഋഷുവിന്റെ കാര്യം അവനോട് പറയുന്നു. ഋഷു ഇവിടെ തന്നെയുണ്ടെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും പറയുന്നു. ഇത് മനസ്സിലാക്കിയതോടുകൂടി അഭിമന്യു ആകെ ദേഷ്യത്തിലായി. പിറ്റേന്ന് രാവിലെയാണ് താൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്ന് റാണിക്ക് മനസ്സിലായത്. അഭിമന്യു അവളോട് വന്ന് പറയുന്നുണ്ട്, തലേന്ന് രാത്രി നീ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഋഷുവിനെ കാണണമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിമന്യുവിനെ കാണുകയാണ്. റാണിയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അഭിമന്യു ഋഷുവിനോട് പറയുന്നു. അവൾ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടെ ജീവിക്കാനാണ്. അവളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് അഭിമന്യു പറയുന്നു. നിങ്ങളെ ഇവിടെ നിന്നും പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടും മറ്റു രേഖകളും എല്ലാം ഞാൻ റെഡിയാക്കി തരാം. എന്നിട്ട് അവൻ റാണിയോട് പറയുന്നുണ്ട്, എന്നെങ്കിലും നിനക്ക് ഋഷുവിനെ മടുക്കുമ്പം എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്ന്. ഇവന്റെ ഈ സംസാരം എല്ലാം കേട്ടിട്ട് ഋഷുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ മുൻപിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വേറെ വഴിയില്ല. അത് കാരണം അവന്റെ സഹായം തേടിയേ
പറ്റൂ. അങ്ങനെ ഋഷുവിനെയും കൂട്ടി അഭിമന്യു തന്റെ ക്ലിനിക്കിലേക്ക് പോകുന്നു. അവിടെ ബാക്കിലായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു റൂമുണ്ട്. അവിടെ ഋഷുവിന് ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഋഷുവിനെ ഫോളോ ചെയ്ത് അവിടേക്ക് പൂനം വരുന്നുണ്ട്. നീ എത്രയും പെട്ടെന്ന് എന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരണമെന്ന് പൂനം പറയുന്നു. അവളെ അപ്പോഴത്തേക്കൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഋഷു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരുമെന്നും എനിക്ക് 3 മാസം സമയം തരണമെന്നും. അന്നേരത്തേക്ക് സമാധാനപ്പെട്ട് പൂനം അവിടെ നിന്നും പോകുന്നു. വീണ്ടും ആരോ വന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ ഋഷുവിന് അറിയാത്തൊരാളായിരുന്നു. അയാൾ ആരാണെന്ന് നമ്മളെ പിന്നീട് കാണിക്കും. സീൻ അവിടെ കട്ടാവുകയാണ്. കുറച്ചു കഴിഞ്ഞ് അഭിമന്യു ഋഷുവിന് ആഹാരവുമായിട്ട് അവിടേക്ക് വരുമ്പോ അവിടെ മുല്ലപ്പൂവിന്റെ മണം കണ്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും വന്നു എന്ന്. തന്നെ ഫോളോ ചെയ്ത് ആ പൂനം വന്നതാണെന്ന് അവൻ പറയുന്നു. അവൾക്ക് തന്നോട് പ്രണയമാണെന്നും പറയുന്നു. ഇത് കേട്ട് അഭിമന്യു ചിരിക്കുന്നു. എന്നാൽ അവിടെ മറ്റാരോ കൂടി വന്നിട്ടുണ്ടെന്ന് അഭിമന്യുവിന് മനസ്സിലായി. കാരണം ഉള്ളില് ചെരുപ്പിൽ നിന്നും വീണ ചെളിയുണ്ടായിരുന്നു. അവൻ കുറച്ചുനേരം ആലോചിച്ചു കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആരാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് ലല്ലൻ എന്ന ആളല്ലേ? അവൻ എന്നെ കുറെ ആയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ അങ്കിളിന്റെയും ഫാമിലിയുടെയും കൂടെയായിരുന്നു. എന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിലുള്ള എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാൻ അവർ ശ്രമിച്ചു. അത് കാരണം അവർ 4 പേരെയും ഞാൻ കൊന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പാമ്പിനെയാണ് ഞാൻ ഉപയോഗിച്ചത്. ആ പാമ്പിനെ എനിക്ക് കൊണ്ടുതന്നത് ലല്ലനായിരുന്നു. പാമ്പ് കടിയേറ്റ് എന്റെ അങ്കിളും കുടുംബവും മരിച്ചു. പക്ഷേ ഈ ലല്ലൻ ഇപ്പോഴും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലല്ലൻ പറഞ്ഞിട്ട് ഓൾറെഡി തന്നെ ഋഷു അഭിമന്യുവിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. തങ്ങളെക്കാൾ വലിയ കൊടും കുറ്റവാളിയാണ് അവനെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇനി റാണിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഋഷുവിന് മനസ്സിലായി. അവിടെ നിന്ന് ഋഷു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അഭിമന്യു അവനെ തള്ളിയിട്ടിട്ട് ആ വാതിൽ പൂട്ടി അവിടെ നിന്നും പോകുന്നു. അവൻ റാണിയെയും കൂട്ടി ഒരു ഡേറ്റിന് പോവുകയാണ്. ആഗ്രയ്ക്ക് അടുത്തുള്ള ഒരു നദിയിലൂടെയായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അഭിമന്യു റാണിയോടും അവന്റെ സത്യം തുറന്നു പറയുന്നു. തന്റെ അച്ഛനെ ബിസിനസ്സിൽ ചതിക്കുകയും സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത അങ്കിളിനെയും കുടുംബത്തിനെയും പാമ്പുകടി ഏൽപ്പിച്ച് കൊന്ന കാര്യം കേട്ടതോടുകൂടി റാണിയും ഞെട്ടുന്നു. ആ നദിയിൽ എവിടെ നിന്നോ വന്ന കുറെ മുതലകൾ ഉണ്ടായിരുന്നു. അതിനെ പിടിക്കാൻ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും നടന്നിട്ടില്ല. റാണിക്ക് ശരിക്കും പേടിയാകാൻ തുടങ്ങിയിരുന്നു. അഭിമന്യു അവളോട് ചോദിക്കുന്നുണ്ട് നിന്റെ ലൈഫിൽ ഞാൻ എപ്പോഴെങ്കിലും വേണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യത്തിൽ അവൻ തന്നെ ഇതിലേക്ക് തള്ളിയിടുമോ എന്ന് പേടിച്ചിട്ട് അവള് പറയുന്നുണ്ട്, ഋഷു എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ നിന്റെ കൂടെ ജീവിച്ചേനെ എന്ന്. അത് കേട്ടപ്പോൾ ആശ്വാസം തോന്നിയ അഭിമന്യു അവളെ ഒന്നും തന്നെ ചെയ്യാതെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്ക് ഋഷു തന്റെ റൂമിൽ നിന്നും എങ്ങനെയൊക്കെ പുറത്തു കടന്നിരുന്നു. രാത്രി അഭിമന്യു ആകട്ടെ റാണിയെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ ഒരു അലമാര തുറന്ന് കാണിക്കുന്നുണ്ട്. ആ അലമാര നിറയെ ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കുകളായിരുന്നു. റാണി വായിച്ചതിനേക്കാൾ കൂടുതൽ ബുക്കുകൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു ബുക്കിൽ നിന്നും ഇൻസ്പയർ ആയാണ് അവൻ അവന്റെ അങ്കിളിന്റെ കുടുംബത്തെ പാമ്പുകടി ഏൽപ്പിച്ച് കൊന്നത്. റാണിക്ക് പറ്റിയ കൂട്ട് തന്നെയാണ് താനെന്ന് അഭിമന്യു പറയുന്നുണ്ട്. നമ്മളിൽ 2 പേരിൽ ആർക്കാണ് ദിനേശ് പണ്ഡിറ്റിനെ കൂടുതൽ അറിയാവുന്നതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അഭിമന്യു ഒരു സൈക്കോ ആണെന്ന് മനസ്സിലാക്കിയതും റാണി അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അവൻ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചതും കാല് തെറ്റി അവളുടെ തലയിടിച്ചു വീഴുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീനാണ്. രാത്രി മഴയത്തോടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റാണി തന്നെ രക്ഷിക്കണം, തന്റെ ഹസ്ബൻഡ് തന്നെ കൊല്ലുമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ മോണ്ടി ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ വന്നു നിന്നിട്ട് എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എന്തായാലും വരില്ലല്ലോ. എന്നാൽ ഋഷുവിന്റെ ജീവൻ അപകടത്തിലാണെന്നാണ് അവള് പറയുന്നത്. ഋഷു ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അവള് മോണ്ടിയോട് തുറന്നു പറയുന്നു. അഭിമന്യു എപ്പോ വേണമെങ്കിലും ഋഷുവിനെ കൊല്ലും. സത്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് പോലീസുകാര് ഋഷു ഉണ്ടായിരുന്ന അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഋഷുവിനെ കാണുന്നില്ല. അഭിമന്യുവിന്റെ വീട്ടിൽ പോയപ്പോൾ അവനെയും കാണുന്നില്ല. പെട്ടെന്ന് പോലീസുകാർക്ക് ഒരിടത്ത് 2 ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നു എന്ന് ഒരു കോള് വരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ അതിൽ അഭിമന്യുവിന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നത് ഒരു ലേഡിയുടെ മൃതദേഹമായിരുന്നു. അത് പൂനത്തിന്റേതാണെന്നും അവർ കണ്ടെത്തുന്നു. തന്റെ സത്യം അറിയാവുന്ന പൂനത്തിനെയും കൊന്ന് അഭിമന്യുവിനെയും കൊന്ന് ഋഷു വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു. ഋഷുവിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ റാണിയെ ഉപദ്രവിച്ചെങ്കിലേ പറ്റൂ. അങ്ങനെ അവർ റാണിയെ ടോർച്ചർ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ മീഡിയയിലൂടെ ഋഷു അറിയുന്നുണ്ട്. ഈ കേസ് വളരെയധികം സെൻസിറ്റീവായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്ലാനിങ് പോലെ തന്നെ എല്ലാം നടന്നു. റാണിയെ ഉപദ്രവിച്ചപ്പോൾ ഋഷു ഒരു വീഡിയോവുമായിട്ട് പുറത്തു വരുന്നു. താൻ കീഴടങ്ങാമെന്നും രാത്രി 8 മണിക്ക് നദിക്ക് മുകളിലുള്ള റെയിൽവേ ബ്രിഡ്ജിലേക്ക് വരാമെന്നും പറയുന്നുണ്ട്. എന്നാൽ റാണിക്ക് ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് ഉറപ്പ് തരണം. അവൾ എന്റെ അടുത്തേക്ക് നടന്നു വരണം. എന്നാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ. പോലീസുകാർ ആ ഡീലിന് എസ് വെക്കുന്നു. എന്നാൽ അവർ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും പോലീസുകാർ സന്നമായി നിൽക്കുകയായിരുന്നു. നദിയിലേക്ക് അവർക്ക് ചാടാൻ കഴിയില്ല.
കാരണം അവിടെ ഒരുപാട് മുതലകളുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഋഷുവിനെ കയ്യിൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ രാത്രിയിൽ ഋഷു ബ്രിഡ്ജിന്റെ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ റാണിയെ അവന്റെ അടുത്തേക്ക് അവർ പറഞ്ഞു വിടുന്നുണ്ട്. അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ പോലീസുകാരെല്ലാം തന്നെ അവിടെ സന്നമായി നിൽക്കുകയായിരുന്നു. എന്നാൽ പോലീസുകാരുടെ ഇൻസ്ട്രക്ഷൻ ഒന്നും തന്നെ പാലിക്കാതെ ആ കൂട്ടത്തിൽ നിന്നും ഒരു പോലീസുകാരൻ ഋഷുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കിഷോർ അയാളെ വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾ അവിടെ നിൽക്കാതെ നേരെ ഋഷുവിന്റെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ അഭിമന്യു ആയിരുന്നു. അഭിമന്യു മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മരിച്ചത് ലല്ലനും പൂനവുമായിരുന്നു. ഋഷുവിന്റെ സത്യമറിയാവുന്ന പൂനത്തിനെയും അഭിമന്യുവിന്റെ സത്യമറിയാവുന്ന ലല്ലനെയും കൊന്നത് അഭിമന്യു തന്നെയായിരുന്നു. തന്നെ ചതിച്ച റാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് തോക്കു ചൂണ്ടി നിൽക്കുകയാണ് അഭിമന്യു. അത് തടയാൻ ഋഷു ശ്രമിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അടിപിടിയാവുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും വീണ തോക്കെടുത്ത് റാണി അഭിമന്യുവിന്റെ നേരെ ചൂണ്ടുന്നു. ഇത് കണ്ട് പോലീസുകാര് റാണിയുടെ കയ്യിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. അവളുടെ ബാലൻസ് തെറ്റി അവൾ ബ്രിഡ്ജിൽ നിന്നും വീഴാൻ പോവുകയായിരുന്നു. ഋഷു എങ്ങനെയൊക്കെയോ അവളുടെ കയ്യിൽ പിടിക്കുന്നു. റാണിയെ താഴേക്ക് തള്ളിയിടാൻ വേണ്ടി അഭിമന്യു ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ശ്രമത്തിനിടയിൽ അവർ 3 പേരും വെള്ളത്തിലേക്ക് വീഴുന്നു. മുതലകളുള്ള അവിടേക്ക് വീണു കഴിഞ്ഞാൽ അവർ ജീവനോടെ രക്ഷപ്പെടില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. എന്നാലും അവരുടെ ബോഡിക്ക് വേണ്ടി അവർ തിരച്ചിലുകൾ നടത്തി. അവർക്ക് ആകെ കിട്ടിയത് ഋഷുവിന്റെ വെപ്പുകൈ മാത്രമായിരുന്നു. അവർ മരിച്ചു എന്ന് പോലീസുകാർ വിശ്വസിച്ചു. എന്നാൽ ഇതെല്ലാം അവരുടെ പ്ലാനിംഗ് ആണോ എന്ന് മോണ്ടിക്ക് ഡൗട്ട് തോന്നുന്നു. പക്ഷേ ഈ കേസുമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്നാണ് സീനിയർ ഓഫീസേഴ്സ് എല്ലാം മോണ്ടിയോട് പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും മോണ്ടി ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. എന്നിട്ട് അയാൾ എല്ലാവർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു. അന്ന് ഋഷു ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ആദ്യം ചെന്നത് പൂനമാണ്. പിന്നെ ചെന്നത് ലല്ലനും. ഋഷുവിന്റെ സത്യമറിയാവുന്ന പൂനത്തിനെയും അഭിമന്യുവിന്റെ സത്യമറിയാവുന്ന ലല്ലനെയും അവർ കൊന്നു. മറ്റൊരു ഫൂട്ടേജ് കൂടി അവർ കാണുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് തന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് റാണി സ്റ്റേഷനിലേക്ക് ഓടി വന്ന രാത്രിയിലെ ഫൂട്ടേജ് ആയിരുന്നു അത്. അന്ന് രാത്രിയില് റാണിയും അഭിമന്യും അകത്തേക്ക് പോയ ശേഷം മറ്റൊരാൾ കൂടി അകത്തേക്ക് പോയിട്ടുണ്ട്. അത് ഋഷുവാണ്. അത് കഴിഞ്ഞ് റാണി കുറച്ചു കഴിയുമ്പോൾ ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. റാണി പോയി കഴിഞ്ഞതും അഭിമന്യു ഋഷുവും ചേർന്നിട്ട് ബൈക്കിൽ എങ്ങോട്ടോ പോകുന്നു. അവർ 3 പേരും പ്ലാൻ ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് റാണി വന്നത്. എന്നാൽ ആ റെയിൽവേ ബ്രിഡ്ജിൽ വെച്ചിട്ട് സംഭവിച്ച കാര്യങ്ങൾ അവരുടെ പ്ലാനിങ് തന്നെയാണോ എന്ന് അറിയില്ല. താഴേക്ക് ചാടിയ മുതലകൾ ഉണ്ടെന്ന് അവർക്കറിയാം. പിന്നെ അവർ രക്ഷപ്പെടാനും ചാൻസ് ഇല്ല. അതിനുശേഷമുള്ള കാര്യമൊന്നും മോണ്ടിക്ക് മനസ്സിലാകുന്നില്ല. സീനിയേഴ്സ് പറയുന്നുണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാത്തതാ നല്ലത്. അങ്ങനെ കുറെ നാളുകൾ കഴിയുന്നു. റാണിയും അഭിമന്യും മറ്റൊരിടത്ത് ഒരുമിച്ച് താമസിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. റാണിയുടെ മനസ്സിൽ മുഴുവൻ ഋഷുവിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. അന്ന് രാത്രി ഋഷുവിന് മാത്രം ആ നദിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഋഷുവിനെ തനിക്ക് നഷ്ടമായെങ്കിലും അവൾ അഭിമന്യുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നില്ല. അങ്ങനെ അവൾ സ്കൂളിൽ കുട്ടികളുടെ ഹോംവർക്ക് പരിശോധിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് അവൾ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ആ സീൻ അവിടെ കട്ടാവുകയാണ്. മോണ്ടിയുടെ വീടാണ് പിന്നീട് കാണിക്കുന്നത്. അയാൾക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. അതൊരു ദിനേശ് പണ്ഡിറ്റിന്റെ ബുക്കായിരുന്നു. ദ ക്രോക്കഡൈൽ സ്ട്രാപ്പ് എന്നായിരുന്നു ആ ബുക്കിന്റെ പേര്. ദിനേശ് പണ്ഡിറ്റിന്റെ ഈ ബുക്ക് ആകെ 3 കോപ്പി മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതാരും തന്നെ വായിച്ചിട്ടില്ല. ആ ബുക്കിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് അവർ അന്ന് രാത്രി പ്ലാൻ ചെയ്തിരുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. റാണിയും അഭിമന്യും ഋഷുവും ചേർന്നിട്ടാണ് ആ പ്ലാനിങ് നടത്തിയത്. ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടിയ മുതല കടിച്ച് നമ്മളെല്ലാം മരിച്ചു പോകുമെന്ന് പോലീസുകാർക്കറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം മരിച്ചുവെന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് ചാടണം. എന്നാൽ മുതലകളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം. അതിനുവേണ്ടി ഋഷുവും അഭിമന്യുവും ചേർന്നിട്ട് എന്നും രാത്രി നദിയിലേക്ക് പോകുമായിരുന്നു. എന്നിട്ട് കുറേശ്ശെ ഇറച്ചി മുതലകൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഇറച്ചിയുടെ അളവ് കൂട്ടിക്കൂട്ടി മുതലകളെ ആ ബ്രിഡ്ജിന്റെ അടുത്ത് നിന്നും ദൂരേക്ക് കൊണ്ടുപോകുന്നു. ഏത് സ്ഥലത്താണോ ഫുഡ് കൂടുതലുള്ളത് അവിടെയായിരിക്കും മുതലകൾ കൂടുതൽ സമയം ചെലവഴിക്കുക. അതുകൊണ്ട് അവർ ബ്രിഡ്ജിൽ നിന്നും ദൂരെയാണ് മുതലകൾക്ക് ഇറച്ചി ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് അവർ മുതലകൾക്ക് ഇറച്ചി കൊടുക്കുന്നു. അങ്ങനെ 4ാം ദിവസമാണ് അവർ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടുന്നത്. അത് കാരണം ആ ബ്രിഡ്ജിന്റെ അടുത്തുനിന്നും ഒരുപാട് മുതലകൾ ഉണ്ടാകില്ല. അവർക്ക് അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുകയും ചെയ്യാം. റാണിയെ കൊല്ലാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ അഭിമന്യു ആക്ട് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അവർ 3 പേരും ഒരുമിച്ചാണ് ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടുന്നത്. ആ ബുക്കിന്റെ അവസാനമായിട്ട് ഒരു നോട്ട് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടും. അതറിയണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലപ്പേരും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മോണ്ടി ആ സ്ഥലത്തേക്ക് പോകുന്നു. ഈ ബുക്ക് അയാൾക്ക് അയച്ചത് ആരാണെന്ന് പോലും അയാൾക്ക് അറിയില്ലായിരുന്നു. അതേസമയം അഭിമന്യു ആഹാരം കഴിക്കാൻ തന്റെ ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ റാണി കൊടുത്തയച്ചൊരു നോട്ട് അതിൽ കാണുന്നുണ്ട്. മോണ്ടിയോട് ഏത് സ്ഥലത്താണോ ആ ബുക്ക് അയച്ചാൾ വരാൻ പറഞ്ഞത് അതേ സ്ഥലം തന്നെയാണ് അഭിമന്യുവിനോടും വരാൻ പറഞ്ഞിരിക്കുന്നത്. അഭിമന്യു അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് താഴെ വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലത്ത് അപകടകരമായ നിലയിൽ നിൽക്കുന്ന റാണിയായിരുന്നു. റാണി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. അന്ന് രാത്രി അവർ ബ്രിഡ്ജിൽ നിന്നും താഴേക്ക് ചാടിക്കഴിഞ്ഞപ്പോൾ ഋഷുവിന് നല്ലപോലെ നീന്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കാരണം അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അഭിമന്യു വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് റാണിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഋഷുവിനെ കൊല്ലാൻ പോലും അഭിമന്യു തയ്യാറായിരുന്നു. അങ്ങനെ അഭിമന്യു ഋഷുവിന്റെ വെപ്പ് കൈ വലിച്ചൂരി അവിടെ ഉണ്ടായിരുന്ന ഒരു മുതലയുടെ ശരീരത്തിലേക്ക് എറിയുന്നു. ആ മുതല ഉണർന്നു
വളർന്നു വരികയും ഋഷുവിനെ കടിക്കാൻ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഋഷു മരിച്ചു. ഇതെല്ലാം അവിടേക്ക് വന്ന മോണ്ടിയും മറ്റു പോലീസുകാരും കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നീ എന്റെ ഋഷുവിനെ കൊന്നു. ഋഷുവില്ലാത്ത ഈ ഒരു ലോകത്ത് എനിക്കിനി ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും താഴേക്കെടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. തന്റെ അങ്കിളിനെയും കുടുംബത്തിനെയും കൊന്ന കുറ്റത്തിന് അഭിമന്യുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എയർപോർട്ടിൽ ഇരിക്കുമ്പോഴാണ് മോണ്ടിക്ക് പോലീസുകാരുടെ കോള് വരുന്നത്. റാണിയുടെ മൃതദേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കേട്ടപ്പോൾ അഭിമന്യു ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം വീണ്ടും അവളുടെ പ്ലാനിങ് തന്നെയാണ്. ഇനിയാണ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. റാണി ഒരു കുട്ടിയുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന കണ്ട് ഞെട്ടിത്തരിച്ചു നിന്നില്ലേ? അത് യഥാർത്ഥത്തിൽ ഋഷു എഴുതിയ നോട്ടായിരുന്നു. അന്ന് രാത്രി ആ മുതല ആക്രമിക്കാൻ വരുമ്പോഴാകട്ടെ ഋഷു തന്റെ ഊരിപ്പോയ കൈയെടുത്ത് ആ മുതലയുടെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അവൻ റാണിയെ കാണാൻ വന്നിട്ട് റാണിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. അഭിമന്യു മനഃപൂർവ്വം തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നും പറഞ്ഞു. അത് കാരണം അഭിമന്യുവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് റാണിക്കും ഋഷുവിനും വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ടാക്കിയത്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ റാണി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ നീന്തി അവിടെ നിന്നും ഒരു ആൾക്കൂട്ടത്തിലേക്ക് കയറുന്നു. ആ ആൾക്കൂട്ടത്തിൽ അവളെ കാത്ത് അവളുടെ ഋഷു ഉണ്ടായിരുന്നു. അവർ വീണ്ടും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അഭിമന്യുവിനെയും കൊണ്ട് മോണ്ടി നാട്ടിലേക്ക് പോവുകയായിരുന്നു. അഭിമന്യുവിനോട് സംസാരിക്കുമ്പോൾ മോണ്ടിക്ക് ഒരു സത്യം കൂടി മനസ്സിലാകുന്നു. ഈ ദിനേശ് പണ്ഡിറ്റ് അഭിമന്യുവിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വീട്ടിൽ ദിനേശ് പണ്ഡിറ്റിന്റെ എല്ലാ ബുക്കുകളും അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.